റെഡിയായിട്ട് നിൽക്കാണ്. വെൽക്കം വൈദേഹി ഓൺ സ്റ്റേജ്. ചാടി തന്നെ തവളക്കുട്ടിയോ? ഇത് വൈദേഹി കുട്ടിയല്ലല്ലോ. ഇത് കുറച്ച് ആക്റ്റീവ് കൂടി നിൽക്കുക, അതുകൊണ്ട് ഇങ്ങനെ തീർക്കുക. അതെ അതെ. ഇന്ന് ഏത് പാട്ടാ? തുമ്പി തുമ്പി തുള്ളാൻ വായോ, ആ പാട്ടാണോ? അല്ല അൽവേ ഈ ഓടി കളിക്കുന്ന പുൽച്ചാടി ചാടിക്കളി. അല്ല ഇത് ഇങ്ങനെ പറയുന്നത്. മോളെ ഏത് പാട്ടാ പാടുന്നു? ഏത് പാട്ട് പാടുന്നു? അല്ലേ പാടുന്നില്ലേ? ഏത് പാട്ട്? ഞങ്ങള് വിചാരിച്ചു പുൽച്ചാടിയുടെ പാട്ടാ, തുമ്പിയുടെ പാട്ടാന്നൊക്കെ വിചാരിച്ചു. അതായത് കുറുക്കി എന്നാ കൊടുത്തിരിക്കുന്നത്, അച്ഛൻ കൊമ്പത്തും അമ്മ അവര് തന്നെയാണോ സെലക്ട് ചെയ്തേ? അത് നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അന്ന് തന്നില്ല. ഇപ്പൊ തന്നു. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ഡീറ്റെയിൽസ് പറഞ്ഞു. സിനിമ നസീമ, എഴുതിയത് പി ഭാസ്കരൻ മാഷ്, സംഗീതം ജോൺസൺ മാഷ്, പാടിയത് ദാസങ്കിൾ, വർഷം 1983. ഇയേഴ്സ് ബാക്ക് അല്ലേ? എത്ര വർഷമായി? അതെ, തുടങ്ങാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. All the best. അച്ഛൻ കൊമ്പത്ത് അമ്മ വരുമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടിയ ചെമ്പോത്ത്
പാടി ആ വീട്ടുവേലിയിൽ നിന്ന് പാടി വിത്തും കൈകൊട്ടും പാട്ടും കൈകൊട്ടും പാടിയ സന്തോഷം പാടാൻ ചെങ്കോതി നന്നായി പാടി. ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ആ സ്വരമാണ്. അതെ, സ്വരം പാടി. എന്താ സ്വരം. വൈദേഹി കുട്ടി, എന്തോ എനിക്ക് പെട്ടെന്ന് മോള് പാട്ട് തുടങ്ങി നിർത്തുന്നത് വരെ എനിക്ക് തോന്നിയ എന്താണെന്നറിയോ, ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരു പട്ടിയാണ്, പാവം കിടന്ന് ഉറങ്ങുക. കാരണം ഒന്നും അറിഞ്ഞുവിടാതെ ഏതോ ഒരു ലോകത്ത് സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു പട്ടി. അതിന്റെ പുറയില് ചില പിള്ളേരുണ്ടെന്നൊരു ബലൂൺ കെട്ടിയിട്ട് ഒരു ബലൂൺ അങ്ങ് പൊട്ടിക്കും, 3 എണ്ണം ഉള്ളതില്. ഇത് ഞെട്ടി എണ്ണീറ്റ് നോക്കുമ്പോ ഇതിന്റെ വാലിന്റെ പുറകെ ബലൂൺ. ഇത് സ്പുട്നിക്ക് പോലൊരു ഓട്ടമാണ്. നിർത്തിയിട്ട് വീണ്ടും നോക്കുമ്പോ, ആദ്യം നോക്കുമ്പോ പറഞ്ഞിട്ട് ഓടും, പിന്നെയും പോയി കുറെ ദൂരം നോക്കുമ്പോ വീണ്ടും അവന്റെ വാലിന്റെ പുറകെ ഓടും. അതുപോലൊരു ഓട്ടമായിരുന്നു ചക്കര. അതെ അതെ. പിന്നെ എന്താണ് പതനീസ പതനാസ എന്നൊക്കെ പറഞ്ഞോണ്ട് സ്വരങ്ങള് എന്ന് വേണ്ട. പിന്നെ ഒരു കച്ചേരിയും. ഇതേ കൂടുതൽ എന്ത് വേണം കലക്കി. താങ്ക് യു. ഇത് എങ്ങനെ കിട്ടി ഈ പാട്ട്? ഈ പാട്ട് കേട്ടിട്ട് കുറെ നാളായി. കുറെ നാളല്ലേ, കുറെ വർഷങ്ങളായി. ആരെ സെലക്ട് ചെയ്തേ? ഇതേ രാകേഷ് സാറ്. രാകേഷ് സാറാണ്. വിഷ്ണുമാമൻ ഇപ്പൊ പറയും. ഒന്നീ വിഷ്ണുമാമൻ അല്ലേ രാകേഷ്. ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ പ്രശ്നം അല്ലേ? പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, ഇവർ രണ്ടുപേരുമാണ് അല്ലേ മെയിൻ. നമുക്ക് ശരിയാക്കാം കേട്ടോ. രാകേഷ് സാറ് വിഷ്ണുമാമനോട് പറയും, വിഷ്ണുമാമൻ അത് അമ്മക്ക് അയച്ചു കൊടുക്കും. ഓ അങ്ങനെ. അപ്പൊ എന്തായാലും നന്നായിരുന്നു. ഇതിനകത്തൊരു വേറൊരു പാട്ടുണ്ട്. അത് എന്നിട്ടും നീ എന്നെ അറിയില്ലല്ലോ, എന്നാത്മനയനങ്ങൾ തുടച്ചില്ലല്ലോ, എന്നാത്മവിഭജികാതന്ത്രികൾ മീട്ടിയ സ്പന്ദനഗാനമൊന്നും കേട്ടില്ലല്ലോ, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്രനയനങ്ങൾ തുടച്ചില്ലല്ലോ. ഇത്രയും കരഞ്ഞ് പാടിയിട്ട് പോലും അവള് ചിരിച്ചോണ്ടിരിക്കുക. നയനങ്ങൾ കരഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എം ജി അങ്കിളിനോട്? ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരുമ്പോ എം ജി അങ്കിളെ വിളിക്കാറുണ്ടോ കുഞ്ഞിന്? മോള് നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇത് നന്നായി പാടിനി. താങ്ക് യു. ആ ഉഗ്രനായിരുന്നില്ലേ? താങ്ക് യു. അസലായിട്ട് പാടി. ഉഗ്രൻ. മധുവങ്കളുടെ വളരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പറഞ്ഞ പോലെ ആ സ്വരങ്ങളൊക്കെ എന്നാ ഒരു കാച്ചിയെ. വിഷു പുലർക്കാലത്ത് വീട്ടുവേലിൽ നിന്ന് പാടി കഴിഞ്ഞിട്ടൊരു ഹമ്മിങ് ഉണ്ടല്ലോ. ആ അത് തന്നെ. അതും പിന്നെ അനുപല്ലവിലും ചരണത്തിലും ഉണ്ട് അതുപോലത്തെ ഹമ്മിങ്. ഉഗ്രനായിട്ട് പാടി. ഇനിയിപ്പോ കോമ്പറ്റീഷൻ വരുമ്പോ അതിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അല്ല, എന്നോട് വിഷ്ണുമാമൻ പറഞ്ഞു എല്ലാം ഇവര് തന്നെയാണോ അതിന്റെ പ്രശ്നം? ഒരിക്കൽ ഇതില് വന്നില്ലേ, അപ്പം 4ാം ക്ലാസ്സിന്ന് മറ്റേ വേറെ ഏതെങ്കിലും ചാനലിൽ എന്താ വിഷ്ണുമാമ അങ്ങനെ? 4ാം ക്ലാസ്സിലെത്തിയിട്ട് 4ാം ക്ലാസ്സിലെത്തിയിട്ട് 4ാം ക്ലാസ്സിൽ നിന്നാണോ പറഞ്ഞേ? ചിലപ്പോ ഞാൻ അതൊന്നും കേൾക്കൂല. 3ാം ക്ലാസ്. 3ാം ക്ലാസ്സിൽ. എന്റെ ദൈവം, 3ാം ക്ലാസ്സിൽ തന്നെ പോവോ? അല്ല, ഇവിടെ വന്നാലും പഠിക്കൊന്നും ചെയ്യണ്ടല്ലോ. അത് നല്ല സുഖല്ലേ? സ്കൂളിൽ പോവാണ്ട് ഇവിടെ നിന്നാ മതി. ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് പഠിക്കാ, പാടുക, അത്രേ ഉള്ളൂ. അത് പറ്റില്ല. നമ്മള് പഠിത്തം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ പഠിക്കലുണ്ട്. പിന്നെന്താ, ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെന്നേ ഉള്ളൂ. ഞാനില്ലേ അച്ഛനോട് പറഞ്ഞത്, അച്ഛൻ പണ്ട് മാത്സ് മാഷാണ്. പണ്ട് മാത്സ് മാഷായിരുന്നോ? ഇപ്പോഴോ? ഇപ്പൊ എന്ത് മാഷാ? ഓഫീസിൽ വർക്ക് ചെയ്യാണോ? ഏത് ഓഫീസിലാ? ഏത് ഓഫീസ്? PSC ഓഫീസ്. ആ ഓക്കെ. എന്നാലും കണക്ക് മാഷല്ലേ? കണക്ക് മാഷന്മാരെ നമുക്ക് എന്നും കാണുന്ന പേടിയാ. അച്ഛനെന്താ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പേടിയാണോ? അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് ഒരു കണക്ക് ചോദിക്കാൻ പോകും. മനസ്സിൽ വെച്ചാൽ മതി. കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യില്? ഫോണില്ലേ? അതിനകത്തുണ്ട്. സ്വന്തം വയസ്സ് അതിനകത്ത് അടിച്ച്
സോഷ്യൽ മീഡിയ 67 കിട്ടിയോ? അതിന്റെ അവസാനത്തെ 2 ഇല്ലേ, അത് ഇൻറ്റു 3. 25 ഗുണം 3. ബാങ്ക് ഓഫീസർ ആയിരുന്നേ. എത്ര വന്നു? 249. 49 പൈസയല്ലേ? ഇതുള്ളതാ സോഷ്യൽ മീഡിയ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നെ, ബിന്നി വലിയ ആളാണ്, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സൂപ്പർ. അപ്പം ഞാൻ അച്ഛനോട് കണക്ക് പഠിപ്പിക്കാൻ പറയും. അച്ഛന്റെ വയസ്സ് ഞാൻ കണ്ടുപിടിച്ചു. അമ്മ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ അമ്മേന്റെ അടുത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഓ അത് പറയും. ശരി. അപ്പൊ മലയാളം പിന്നെ medium-ത്തില് മലയാളം എനിക്ക് സിമ്പിൾ, അതുകൊണ്ട് അത് ഞാൻ തന്നെ മലയാളം സിമ്പിൾ ആണല്ലേ? അപ്പൊ ഇനി കവിതയും കഥയൊക്കെ എഴുതുവോ മലയാളത്തില്? എഴുതുവല്ലേ? ഞാനൊരു കഥയാക്കി ഇനി മുയലിന്റെ. ആണോ? എന്ത് കഥ? ഓർക്കുന്നില്ലേ ഒരു കവിത, മഴ വൃത്തികെട്ടതാണ്, അതെ അതെ അതെ, ശരിയാണല്ലോ. എനിക്ക് മഴ ഉള്ളത് കൊണ്ട് ഉത്സവത്തിന് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു കവിത. അത് വേറേത്. അത് വേറെ വേറേത്. ഇത് മൊയ- ഞാൻ ചിത്രമെല്ലാം വരച്ചിട്ട് ഒരു കഥയാക്കി. ചിത്രകഥ. അതുണ്ടോ? ഓ അത് ശരി. ഒരു കഥയൊക്കെ അതെന്റെ എഴുതിയിട്ടുണ്ട്. മണിയുടെ വില്ലേത്ത റൂമിലുണ്ട് ആ ബുക്ക്. ആണോ? അതില് അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ അത് അതെ. കൊണ്ടുവന്ന് കാണും. അതൊന്ന് വായിക്കണം കേട്ടോ. കഥ പറഞ്ഞു കേൾപ്പിക്കണം ഞങ്ങളെ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് മധുവങ്കളുടെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി അടുത്ത മത്സരത്തിൽ ഫ്ലവേഴ്സ് വിട്ട് പോവരുത് കേട്ടോ. 3-ാം ക്ലാസ്സിലായാലും ശരി, 4-ാം ക്ലാസ്സിലായാലും ശരി, ഇവിടെ തന്നെ മത്സരത്തിന് ചേരണം. ഓക്കെ? ഓക്കെ. എനിക്കും ഇതുപോലെ ആ സ്വരം പാടിയതൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കൊച്ചി ഇത്രയും ഒരു ചെറിയ വയസ്സിൽ അതൊക്കെ പാടി എന്റെ ഒപ്പിച്ചില്ലേ അല്ലേ? അമ്മിങ്ങും ആ സംഗതികളും. ഞാൻ ഈ പാട്ട് കിട്ടിയപ്പാടും ആ സ്വരം പാടി പഠിച്ചു. ആഹാ, സ്വരം ആദ്യം പഠിച്ചോ? ഞാൻ മിനിയാന്ന് മുതലേ ആ. ഞാൻ ഒറ്റക്കാ പഠിക്കല് പാട്ട്. ആണാ? ഒറ്റയ്ക്ക് പിടിച്ചിട്ടും കൊച്ചി ഇത്രയും രസമായിട്ട് പാടിയില്ലേ? ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു ടെന്റ് ഓർഡർ ചെയ്തിരുന്നു. ആ ടെന്റിന്റെ ഉള്ളില് എന്റെ സാധനം പറ്റയിൽ വെച്ചു. കേറിന്ന് പഠിച്ചു. എന്നിട്ട് അതിന്റെ ഉള്ളിന്ന് ഞാൻ ഇയർഫോണില് ഓർക്കസ്ട്ര കേട്ട് തെറ്റെല്ലാം പാടി പഠിച്ചു. ഓർക്കസ്ട്ര ശരി, അല്ലേ? എന്താണല്ലോ സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. ടാറ്റാ. See you. ചെന്തിപ്പോ പോട്ടോ.